പ്രൈസ് ലോർഡ്. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ് ഏലിയാവ് പ്രാർത്ഥിച്ച് യാഗപീഠത്തിന്മേൽ തീയിറക്കുന്നത്. നമുക്ക് ആ സിറ്റുവേഷൻ അറിയാം. ജനം മുഴുവൻ നോക്കി നിൽക്കുന്നു. ബാലിൻ്റെ ദേവന്മാരൊക്കെയും അവരെ കൊണ്ടാവുന്ന രീതിക്ക് അവരുടെ ദേവനോട് പ്രാർത്ഥിച്ചു. ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഏലിയാവ് എൻ്റർ ചെയ്യുക. ഹല്ലേലൂയ. യാഗപീഠത്തിന്മേൽ 12 കല്ലുകൾ അടുക്കി വെച്ച് യാഗവസ്തുവിനെയും വെച്ച് വിറകടുക്കിയ ശേഷം നമ്മളവിടെ വായിക്കുന്നത് ഏലിയാവ് 3 പ്രാവശ്യമായി വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ച് വെള്ളം കൊണ്ടുവന്ന് അതിന് ചുറ്റുമൊഴിച്ച് ആ യാഗത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന വിറകുകളെ ഒക്കെ നനയ്ക്കുന്നതാണ്. അതിന് ചുറ്റും തോട് പോലെ ആക്കി വെള്ളം ഒഴിച്ചു വെക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് അവിടെ. അപ്പോൾ ഓൾറെഡി ആ ചുറ്റി നിൽക്കുന്ന ജനത്തിനറിയാം ബാലിൻ ദേവന്മാരൊക്കെ പ്രാർത്ഥിച്ചു, അവിടെ ഒന്നും നടന്നില്ല. ഇപ്പോൾ ഏലിയാവ് യാഗത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ സാഹചര്യത്തെ കുറച്ചുകൂടി ഇമ്പോസിബിൾ ആക്കുവാണ് ഏലിയാവ് ചെയ്യുന്നത്. കാരണം നനഞ്ഞ വിറകിന്മേൽ വെള്ളത്തിൻ്റെ മേൽ അഗ്നി കത്തുന്നത് മാനുഷികമായി സാധ്യമായ കാര്യമല്ല അല്ലേ? പക്ഷേ എന്നാൽ നമ്മൾ അവിടെ കാണുന്ന അത്രയും മനുഷ്യരാൽ ചിന്തിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ മേൽ ആ ഒരു സിറ്റുവേഷനിൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ആ യാഗത്തെ ദഹിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. അത് കണ്ട് ജനമൊക്കെയും കവിണ് വീണ് കർത്താവിനെ സ്തുതിക്കുന്നത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ സാഹചര്യം എന്ന് പറയുന്നത് അത്രയും ഇമ്പോസിബിളായ സാഹചര്യത്തിൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്നതായിട്ട് നമുക്ക് കാണുന്നു. അതേ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഏലിയാവ് ആഹാബിനോട് രഥം പൂട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഏലിയാവ് ചെന്ന് പ്രാർത്ഥിക്കാൻ തന്നെ മുട്ടിനിടയിൽ തല കുനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവ് വാലിക്കാരനെ വിടുന്നുണ്ട് പോയി നോക്കാനായിട്ട്. 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 3, 4, 5, 6 പ്രാവശ്യവും അവൻ തിരിച്ചു വന്ന് ഒരടയാളവും കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോഴും ഏലിയാവ് അവിടെ നിരാശപ്പെട്ടില്ല. ഏലിയാവ് അവിടെ വിട്ടുകൊടുത്തില്ല. ഏലിയാവിനറിയായിരുന്നു ഞാൻ വിളിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിന് മുമ്പിൽ ഇത് നടക്കില്ല എന്നോർത്ത് അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുമെന്നോർത്ത് വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. എങ്കിൽ പൂർണ്ണ ആശ്രയം അപൂർണമായി കർത്താവിനെ വിട്ടുകൊടുത്ത് വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു.